ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാളിന് മുമ്പെടുത്ത കുറേ ലോങ് വീഡിയോസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസ് അല്ലേ, എന്തിനാ വെറുതെ ഡിലീറ്റ് ആക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഷെയർ ചെയ്യുന്നത്. കുറച്ച് ദിവസം മുന്നേ ചായ കുടിക്കാൻ പോയ സമയത്ത് നമ്മുടെ മത്തൻ്റെ ഇല പറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലാണ് കൂടുതലും പച്ച വഴുതനങ്ങ യൂസ് ചെയ്യാറ്. ഇവിടുത്തെ വഴുതനങ്ങ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഭയങ്കര ഹാർഡായിരിക്കും കേട്ടോ പുറം ഭാഗം. അപ്പോൾ എനിക്ക് പച്ച കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല പെർഫെക്റ്റായിട്ട് പാകത്തിന് മൂത്ത വഴുതനങ്ങയാണെന്ന്. അങ്ങനെ അത് ഞാൻ മെഴുക്കുവരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാങ്ങ നാട്ടിൽ നിന്ന് എൻ്റെ കസിൻ കൊടുത്തയച്ചതാണ്. മാങ്ങ സീസൺ സമയത്ത് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചമ്മന്തി അരക്കാനോ അല്ലെങ്കിൽ മീൻ കറിയിലിടാനോ എല്ലാത്തിനും യൂസ് ചെയ്യാം. ഇവിടെ വെറുതെ മക്കൾ ഉപ്പിട്ട് വരെ കഴിക്കാറുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ചെമ്മീൻ ഫ്രൈയും മാങ്ങാച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ പെരുന്നാളിന് ഒരു 3-4 ദിവസം മുമ്പാണ് ഇക്ക നാട്ടിൽ നിന്ന് വന്നത്. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടി പൊട്ടിക്കുന്ന ബഹളമായിരിക്കും കേട്ടോ. ഹോളിൽ എല്ലാം കൂടി വലിച്ചു വാരി ഇട്ടിട്ടുള്ളൊരവസ്ഥയായിരിക്കും. ഇത് നാട്ടിൽ നിന്ന് ഇക്കാട് ഉമ്മ കൊടുത്തയച്ച അച്ചാറാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം, എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കണം. അങ്ങനെ കുറേ പണികളുണ്ടാവും കേട്ടോ. ഇവരെല്ലാം എടുത്ത് ഹോളിലെ ടേബിൾമേയും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിടും. പിള്ളേർ അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കലും അങ്ങനെ മൊത്തത്തിലൊരു തിരക്കായിരിക്കും കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇക്കായാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബീഫ് പള്ളിക്കറിയും പുട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അതും സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇക്കാടെ ബ്രദറിൻ്റെ മോൻ നാട്ടിൽ നിന്ന് അയച്ച ചെറിയൊരു മെസ്സേജാണ് കേട്ടോ. ഹംദാനോട് എല്ലാം ഒറ്റയ്ക്ക് തിന്ന് തീർക്കരുതെന്നുള്ളതായിരുന്നു ആ ഒരു പേപ്പറിൽ. എത്ര മെസ്സേജ് അയച്ചാലും പേപ്പറിൽ നമ്മൾ ലെറ്റർ അയക്കുന്ന ആ ഒരു സുഖം അതത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ആ ഒരു പേപ്പർ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞാനൊരു വശത്തെ കൂടെ ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് വാപ്പായും മക്കളും ഓരോ വശത്തെ കൂടെ കച്ചറയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും അച്ചാർ ഒരു പാക്കറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി ഒരെണ്ണം ഇത് തീർന്നതിന് ശേഷം മാത്രം പൊട്ടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റംബൂട്ടാനും മാങ്ങയൊക്കെ ആണെങ്കിലും കൊണ്ടുവന്ന പാടെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റംബൂട്ടാൻ എല്ലാവരും കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങയാണെങ്കിലും നമ്മുടെ വീട്ടിൽ പറിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ മാങ്ങയുടെ അവസ്ഥയും കുറച്ചൊന്ന് മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മാങ്ങയൊക്കെ. അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി വേസ്റ്റിലിട്ടതിന് ശേഷം ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ. അത്രയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടും പള്ളിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ പള്ളിക്കറിയുടെ റെസിപ്പി എന്തായാലും ഞാൻ ഒരുപാട് തവണ ഷെയർ ചെയ്തതാണ്. എന്നാലും അതൊന്ന് റെസിപ്പി ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പള്ളിക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല എല്ലുള്ള ബീഫാണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. മിക്സായിട്ട് തന്നെ വാങ്ങിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന കുക്കറിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബീഫ് ഇടുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ആവശ്യത്തിനിട്ടിട്ട് നന്നായിട്ടൊരു 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെ ചെയ്യണം. നന്നായിട്ട് കുറച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ബീഫിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. അപ്പോൾ അതിനുശേഷം മാത്രം നമ്മുടെ സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരും കേട്ടോ. എനിക്ക് കുറച്ച് കൂടുതൽ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് നല്ല ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആ ബീഫിൻ്റെ കളറ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും. ഞാൻ വെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്, ചില സമയത്ത് ഒഴിക്കാറില്ല. കുക്കറിൻ്റെ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാല നമ്മൾ തന്നെ വറുത്ത് പൊടിക്കാൻ കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ പെരിഞ്ജീരകം, അതേപോലെ കൊല്ലമുളക്, മുഴുവൻ മല്ലി, കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് 3ഉം ഓരോ ചെറിയ പീസ് മാത്രം മതിയാവും. അല്ലെങ്കിൽ ഒരുപാട് ടേസ്റ്റ് കുത്തൽ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയും ഏലക്കേൻ്റെയും ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി. ഒരു 1.5 കിലോ ഒക്കെ ആണെങ്കിൽ ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, 2 പട്ട, 2 ചെറിയ പീസ് പട്ട, ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ സവാളയുടെ കൂടെ ചെറിയുള്ളിയും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ അത് സെറ്റായിക്കോളും. അങ്ങനെ എല്ലാം കൂടി വഴറ്റി ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വഴിയില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പെട്ടിന്ന് എടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് ഓപ്പൺ ആക്കിയൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് വൈകുന്നേരം ഫ്രീ ആയിട്ട് അതൊന്ന് എടുത്ത് നോക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടികൾ. അപ്പം നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം ഒന്നും കളയരുത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് പൊടിച്ച് വെച്ച പൊടികളും കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പൊടിയും ആ ഒരു ബീഫും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേക തരം ഒരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് എത്രത്തോളം എരിവ് വേണം അതനുസരിച്ച് കൊല്ലമുളകിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ ഷമീസോൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ ഒരു രീതിയിലാണ് ബീഫ് ഉണ്ടാക്കാറ്. പ്രത്യേകിച്ച് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ ഒതുക്കലും പിറക്കലും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയതാണ് കേട്ടോ. നമുക്ക് പുതിയ ചുരിദാർ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പെരുന്നാളിനെടുത്തത്. ലേബൽ സവേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് കേട്ടോ. രണ്ടും കോട്ടൺ തന്നെയാണ്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഉള്ള കളറ് ഇതല്ല കേട്ടോ, കുറച്ചും കൂടി നല്ലൊരു ഗ്രീനായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കൈ കിട്ടിയപ്പോൾ ഈ ഒരു കളറാണ്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 2 ലെയറായിട്ട് വരുന്ന ടോപ്പാണ്. അതേപോലെ ചെറിയ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഷോളും. നെക്കിൽ നല്ല ഹൈ വർക്ക് വരുന്നുണ്ട് കേട്ടോ, റെഡ് കളറിലെ സ്റ്റോണൊക്കെ ആയിട്ട്. ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ എക്സലാണ് വാങ്ങിയത്. അപ്പോൾ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ എടുത്തു വെച്ചു. പിന്നെ പെരുന്നാളിൻ്റെ തലേദിവസമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം 3 കാണാനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരേക്കായും എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കാരണം എനിക്ക് അത്രയും ഇഷ്ടമുള്ള 2 മൂവീസാണ് 1ഉം 2ഉം. അപ്പോൾ അതേ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയായിരുന്നു എനിക്ക് ഈ തവണയും. പക്ഷേ ഞാനതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. നമ്മൾ അവിടുന്ന് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10:50 സിനിമ. ഷാർജ സിറ്റി സെൻറ്ററിലായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് സിനിമക്ക് പോയിട്ട് ഒരുപാട് കാലമായിട്ടാണ്. ഇക്കായും കുട്ടികളും കൂടിയാണ് പോവാറ്. ഹാസിമിനെ കൊണ്ടുപോകലില്ല. അത്രയും നല്ല ഫിലിമാണെന്ന് തോന്നിയാൽ മാത്രം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പോയി കാണും. അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഹാസിമ് തീരെ തിയേറ്ററിൽ ഇരിക്കാത്തൊരു സ്വഭാവമായിരുന്നു. ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. തിയേറ്ററിൽ ഓടി അടക്കുമായിരുന്നു. ചെറിയൊരു തിയേറ്ററായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ശല്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായി. ആളുടെ ഏജിൽ തന്നെ വേറെ 2-3 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3 മണിക്കൂർ സിനിമ വേണ്ടാന്നാണ് കേട്ടോ എനിക്ക് ആദ്യം തോന്നിയത്. അതേപോലെ ഭയങ്കര ലാഗിങ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആണെങ്കിലും എനിക്ക് ട്വിസ്റ്റുകളോടൊന്നും വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. സെക്കൻഡും ഫസ്റ്റും കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇതൊന്നും എനിക്ക് തേർഡിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ നമുക്ക് ചെത്തിക്കഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഒന്ന് പാലൊക്കെ ഒഴിച്ചിട്ടൊന്ന് ജ്യൂസ് അടിച്ച് കൊടുത്തതാണ്. പിള്ളേരെല്ലാം മാങ്ങയൊന്നും കഴിക്കില്ല കേട്ടോ. അവർ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ടേസ്റ്റ് നോക്കും. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട മാങ്ങയാണെങ്കിൽ മാത്രമേ അവർ ആ ഒരു ജ്യൂസ് കുടിക്കുള്ളൂ കേട്ടോ. ഞാൻ പൊതുവേ വീട്ടിൽ ജ്യൂസ് അടിക്കാറേ ഇല്ല. പിള്ളേർക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കൽ തന്നെയാണ് പതിവ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ മദീന മാളിലെ കാരിഫോർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് അവിടെ പുതിയ നെസ്റ്റോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സൺഡേ എന്തായാലും അതൊന്ന് കാണാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ ഫ്രണ്ട്സായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇന്നെങ്ങും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന്. നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് കണ്ട് അകമൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറി. നല്ല തിരക്കായിരുന്നു കേട്ടോ. ബില്ലടിക്കാനുള്ള സ്ഥലത്താണെങ്കിലും നല്ല ക്യൂ ആയിരുന്നു. വണ്ടി ഇടാനും തീരെ താഴെ പാർക്കിങ്ങിനോ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി പോയി കച്ചാ റോട്ടിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത സമയത്ത് അവിടെ ഭയങ്കര മണലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വണ്ടി ഒന്ന് പൂണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുടെ ഹെൽപ്പ് കൊണ്ടാണ് പിന്നെ നമുക്ക് തിരിച്ച് വണ്ടി അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ ഇക്ക അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചിട്ട് ആളങ്ങനെ വരികയാണ് ചെയ്തത്.
അങ്ങനെ എല്ലാവരും കൂടി വേറൊരു വണ്ടിയിലേക്ക് കയറ് കെട്ടിയിട്ട് അങ്ങനെ തള്ളി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പിള്ളേർക്ക് ഞാൻ ഫുഡും കാര്യങ്ങളും അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിക്കിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് 3 പേർക്കും വന്ന പാടെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ദോശയ്ക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് കൂടുതൽ അരയ്ക്കും കേട്ടോ. 2 ദിവസം ദോശ, 2 ദിവസം ഇഡലി, അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ്. പിന്നെ ഇടയ്ക്ക് ഹാസമിന് പ്ലേ സ്കൂളിലും ഞാൻ ദോശയോ ഇഡലിയോ എന്തെങ്കിലും ഒക്കെ കൊടുത്തയക്കാറുണ്ട്. 2 കപ്പ് പച്ചരി ആണെങ്കിൽ ഞാൻ 1 കപ്പ് ഉഴുന്ന്, പിന്നെ കുറച്ച് ഉലുവ എല്ലാം കൂടി സെപ്പറേറ്റ് ആണ് കേട്ടോ അരച്ചെടുക്കണേ. സെപ്പറേറ്റ് അരച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് ഒരു 5-10 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഈ കണ്ട വീഡിയോസ് എല്ലാം നമ്മുടെ പെരുന്നാളിന് മുമ്പത്തെ വീഡിയോസാണ് കേട്ടോ. ഇനി വരുന്നത് പെരുന്നാളിന് ശേഷം, അതായത് പെരുന്നാൾ വെക്കേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സ്കൂള് തുടങ്ങാറായ സമയത്തെ വീഡിയോയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതായത് പിറ്റേ ദിവസം സ്കൂള് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി തുടങ്ങി സൂംബ ചെയ്യണ്ട എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ കായും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫുഡുകളും അതേപോലെ പിറ്റേ ദിവസം പിള്ളേർക്ക് കൊടുത്തയക്കാനുള്ള ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഡിന്നർ കഴിക്കാറ്. ഞാനാണെങ്കിലും മിക്കാണെങ്കിലും അത് ഒരു പരിധി വരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കിടക്കാറാവുമ്പോൾ ഒരിക്കലും ഡിന്നർ കഴിക്കരുത്. 7 മണി അല്ലെങ്കിൽ 6 മണിക്കുള്ളിൽ ഡിന്നർ കഴിക്കണം കേട്ടോ. പക്ഷേ ഞങ്ങൾ എപ്പോഴും ലേറ്റായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഡിന്നറിൻ്റെ പരിപാടി ഞാൻ നേരത്തെ തന്നെ അങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് പിന്നെ ഇക്കാക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മിക്സ് ആയിട്ടുള്ള സോസ് ഉണ്ടല്ലോ, വൈറ്റ് സോസ് പാസ്തയും അതേപോലെ ടൊമാറ്റോ പാസ്തയും രണ്ടും റെഡിയാക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് വെജീസും ഒന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് പിള്ളേരെ വിടുന്ന ആ ഒരു സമയത്താണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ടൊമാറ്റോ സോസും വൈറ്റ് സോസും സോട്ടഡ് വെജീസും പാസ്തയും എല്ലാം കൂടി ഇതേ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂടനെ തന്നെ പിള്ളേർക്ക് കൊടുക്കാമല്ലോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചീസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ സോട്ടഡ് വെജീസിന് വേണ്ടിയിട്ട് മഷ്റൂമും പിന്നെ കുറച്ച് ക്യാരറ്റും ബീൻസും ആണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏത് വെജീസാണോ നമുക്കിഷ്ടം അതനുസരിച്ച് യൂസ് ചെയ്യാം. എൻ്റെ പിള്ളേർക്കാണെങ്കിൽ ഇത് 3ഉം താല്പര്യമില്ല കേട്ടോ. ഇത് 3ഉം മാറ്റി വെക്കും, പാസ്ത മാത്രം എടുത്തേ കഴിക്കുള്ളൂ. പക്ഷെ എന്തായാലും നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ചോദിക്കും കേട്ടോ, ഉമ്മി എന്തിനാ വെജിറ്റബിൾ ഇടാൻ പോയെന്ന്. അത്രയും പ്രശ്നമാണ് ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റേ ഇവർക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ പിന്നെയും കണ്ടാലും അഡ്ജസ്റ്റ് ചെയ്യും. ക്യാപ്സിക്കമാണ് തീരെ ഇഷ്ടമല്ലാത്തത്. അപ്പോൾ എന്തായാലും എല്ലാം കൂടി വഴറ്റി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ രാത്രി ചെയ്ത് വെച്ചത്. അതുപോലെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് പാപ്രിക്ക പൗഡറും ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും കുറച്ച് ഒലിവ് ഓയിലും സോൾട്ടൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിലും രാവിലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിയും കൂടി നടക്കുന്നുണ്ട്. കുറേ ദിവസം അവധി കിട്ടിയിട്ട് പെട്ടെന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ പിള്ളേരെക്കായും ടെൻഷനും ഹറിബറിയും നമുക്ക് പാരൻസിനാണ്. അപ്പോൾ ചെയ്ത് വെക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം രാത്രി തന്നെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ ഫ്രൈ ആക്കിയത് ഒന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ വരുമല്ലോ. പിന്നെ നമ്മുടെ സോട്ടി വെജീസും പാസ്തയും എല്ലാം കൂടി അങ്ങനെ മിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം വെജീസ് ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ. തലേദിവസം ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്ക് രാവിലെ ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ അത് ആദ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എല്ലാം കൂടി അങ്ങനെ അവിടെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ സ്നാക്സ് ആയിട്ട് നമുക്ക് കുറച്ച് ഗ്രേപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ഞാൻ അൽഫലാജി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ കുക്കുംബർ ഉണ്ടായിരുന്നു. ഇനി ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വീട്ടിൽ ആദ്യം വേണ്ടത് കുക്കുംബറാണല്ലോ. അപ്പോൾ അതും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റബിൾസിൽ ആകെ കഴിക്കുന്നൊരു സംഭവം കുക്കുംബറാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പും വിനീഗറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലഞ്ച് ബോക്സിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും പിന്നെ കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ജിമ്മിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, നാട്ടിൽ പോയിട്ടുണ്ട് എങ്കിലും ഇവിടെ അതും ഒരു പേഴ്സണൽ ട്രെയിനറെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ജിമ്മിൽ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ എന്താണെന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്.
പക്ഷേ നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഈ ഒരു മാസത്തേക്ക് മാത്രമാണ് PT എടുത്തിട്ടുള്ളൂ. പിന്നെ ആസിഫിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാനൊക്കെയും ഒറ്റയ്ക്ക് ഒരുമിച്ച് തന്നെ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ ജിമ്മ്. മൊത്തത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടി മിക്സഡ് ആണ്. അത് മാത്രമല്ല അത്രയും തിരക്കുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പോകാൻ എനിക്കൊരു മടിയാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ പോകുന്നത് മസിൽ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജിമ്മാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് വണ്ടി ഓടിച്ച് തന്നെ പോകേണ്ട വരും. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പുറത്തായിട്ടാണ് കേട്ടോ. പക്ഷെ അവിടെ രാവിലെ തീരെ ആളുകളില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ്. വൈകുന്നേരം നല്ല തിരക്കാണെങ്കിലും രാവിലെ വളരെ 1-2 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ലേഡീസിന് വേണമെങ്കിൽ ചെയ്യാനും ഒക്കെ ഒരു സ്പേസ് കിട്ടുമെന്നാണ് കേട്ടോ ഇക്ക പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നോടങ്ങി ഒന്ന് പോകാമെന്നുള്ളൊരു പരിപാടിയിലാണ്. മക്കൾക്ക് ഇതേ കോൾഡ് കോഫി സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് കുറേ നാളായിട്ട് കുടിക്കുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ കോൾഡ് കോഫി. ഇപ്പോൾ സമയം 5:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 6:10 ഒരാൾക്ക് 6:20 വണ്ടി വരുന്നത്. അങ്ങനെ ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലെയിൻ റൈസ്, ഇനി ഡയറ്റിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബസ്മതിയും അല്ലെങ്കിൽ ജീരകശാല റൈസും ആയിരിക്കും കേട്ടോ ഇക്ക കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ അത് ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഒരു ഗ്ലാസ് അരി ഇട്ട് വെക്കുന്നുണ്ട്, കുറച്ച് ബട്ടർ ഇട്ടിട്ട്. അപ്പോൾ ചിക്കനും ബ്രക്കോളിയൊക്കെ ആയിട്ട് കൊടുത്തേക്കാന്നിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതും പിന്നെ നമുക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. ഡയറ്റ് തുടങ്ങിയാലുള്ള ആകെയുള്ളൊരു ഗുണം അതാണ്. രാവിലെ എന്ത് പുട്ടോ ഇടിയപ്പം ദോശ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇരട്ടി പണിയാണ് കേട്ടോ. നമുക്ക് മക്കൾക്ക് വേറെ ഫുഡ് ഉണ്ടാക്കണം, നമുക്ക് വേറെ ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ ഒറ്റയ്ക്ക്, പ്രത്യേകിച്ച് ലേഡീസ് ഒറ്റയ്ക്ക് ഒരു ഡയറ്റൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. നമുക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു ഫുഡ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർക്ക് വേറെ നമുക്ക് വേറെ എന്ന് പറയുമ്പോൾ നമ്മൾ മടി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാത്തത്. പക്ഷേ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു കപ്പിൾ പാക്കേജ് എടുത്താലുള്ളൊരു ഗുണം. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ജിമ്മ് കൊണ്ടുപോവാം, ഡയറ്റ് കൊണ്ടുപോവാം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് ഒരാൾ കമ്പനിക്ക് ഉണ്ടെങ്കിൽ നമ്മളത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു 9 മണി 9 to 10 ആണ് കേട്ടോ എൻ്റെ PTയുടെ ടൈം. അങ്ങനെ ഇക്ക പോയി വന്നതിന് ശേഷം ഞാൻ പോവും. അങ്ങനെയാണ് ചെയ്യാറ്. ഹാസിം ചിലപ്പോൾ എണീക്കും, ചിലപ്പോൾ എണീക്കില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ജിമ്മ്, അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ 45 മിനിറ്റ്സ് ആണ് കേട്ടോ ചെയ്തത്. ചെറിയ ചെറിയ വർക്കൗട്ടുകളും സ്ട്രെച്ചിങ്ങും ഒരു 15 മിനിറ്റ് കാർഡിയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നല്ല മൂഡ് ഓഫിലാണ്. നമുക്ക് ആദ്യമായിട്ട് പോകുന്ന സ്ഥലത്ത് അവിടെ നിന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇക്കാക്കും ഓട്സും മുട്ടയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റൈസും ബ്രക്കോളിയും ചിക്കനൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡയറ്റിൻ്റെ സ്റ്റാർട്ടിങ് വിശേഷങ്ങൾ. അപ്പോൾ ഡയറ്റ് ഫുഡുകളും റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.